പണിയെടുത്ത് ബാക്കിയുള്ളവന്റെ ഊപ്പാട് വന്നു. കേരളത്തിൽ കട നടത്തി പരാജയപ്പെട്ടുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഈ ഹൈറേഞ്ചിൽ വന്ന് കടയിട്ടത്. ഇവിടെയും പണിയെടുക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ ഇവിടെ ഒരു പണിക്കാരത്തിൽ എടി വാസന്തി കൊച്ചിന് പാപ്പം കൊടുത്ത് കഴിയും. ഇങ്ങനെയാണ് പാത്രം കഴുകും. നിന്റെ കഴിവ് കണ്ടോ കൊച്ചിന് പാപ്പം കൊടുക്കണ പോലെ എന്റെ കടി മര്യാദ പാത്രം കഴുകുന്ന അനങ്ങ്. മതി. അതെ, അവിടെ നല്ല സൈറ്റ് ആണ്, അവിടെയൊക്കെ പോയെന്ന് കണ്ടിട്ട് വാ. അപ്പൊ ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്യാം. വന്നാ എന്റെ പൊന്നളിയാ, ഞാൻ ഒരു ടീമിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അവരിപ്പോ വരും. എല്ലാ കാര്യങ്ങളൊക്കെ റെഡി ആണല്ലോ. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൊണ്ടുവന്നാ മതി നീ അവരെ. നീ ഒറ്റയ്ക്കുള്ള? ഞാൻ ഒരു ബംഗാളി ഉണ്ടായിരുന്നെ പറഞ്ഞു വിട്ടു. അത് ആ ബംഗാളിക്ക് ഞാൻ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലാകണ്ടേ? അവൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവൂല. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവനോട് പറഞ്ഞു, എടാ ചൂലെടുത്ത് ഇവിടെ തൂക്കാൻ പറഞ്ഞു. അവൻ ഈ തോരണം കെട്ടി വെക്കണം. അവന് ചൂലെടുത്ത് എല്ലാം തൂക്കിയിട്ടു. അല്ല അവൻ ഞാൻ എങ്ങനെ വെച്ചോണ്ടിരിക്കും? കഴിഞ്ഞ സാറേ നോക്കിയും കണ്ടുന്ന് കാശ് വാങ്ങിക്കണം. അമേരിക്കൻ ടീമാണ്. അമേരിക്കൻ എന്റെ കടയിലാ. എനിക്ക് വയ്യ, ഞാൻ ഇന്ന് പൊളിക്കും. ഞാൻ പിന്നെ എന്തിനാണ് ഗീഡായിട്ട് ഇവിടെ നിൽക്കുന്നത്? എനിക്കറിയാടാ. അമേരിക്കൻ എന്നാൽ ഇവിടെ നമ്മുടെ ഈ ഹൈറേഞ്ചിലൊക്കെ ഈ കട വന്ന് ചായ കുടിക്കോടാ. വരുന്നത് സായിപ്പന്മാരല്ല. ഒരു അമേരിക്കയില് പണ്ടെപ്പോഴെ പോയി ചാടിയ ഒരുത്തൻ. അവന്റെ ഒരു മട്ടും പാവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അവനാണ് അമേരിക്ക കണ്ടുപിടിച്ചെന്ന്. അവിടെ തൊടാത്ത കുറെ ഇംഗ്ലീഷും. 40-45 വയസ്സായി. ഇപ്പൊ ഒരു കല്യാണം കഴിച്ച് ഹണിമൂൺ എന്നും പറഞ്ഞ് വന്നിരിക്കുകയാണ്. കൂടെ ഒരു 2 ഫാമിലി. വരട്ടെ അയ്യോ ചേട്ടാ, ഈ ക്ലൈമറ്റ് ആണ് എനിക്കിഷ്ടം. ഈ തണുപ്പാണ് എനിക്കിഷ്ടം. അതാ ഞാൻ വാശി പിടിച്ച് ഇങ്ങോട്ട് വരണമെന്ന്. എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണോ തണുപ്പ്? ഇതൊന്നും തണുപ്പേ അല്ല. പിന്നെ തണുപ്പൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടുന്നത് അമേരിക്കയില്. അയ്യോ, എന്നാ പിന്നെ ഹണിമൂൺ നമുക്ക് അമേരിക്ക പോവാറുന്നല്ലോ. നീ എന്താ നേരത്തെ പറയാൻ ചെയ്തത്? എനിക്ക് പാസ്പോർട്ട് ഇല്ല ചേട്ടാ. എന്തിനാ നിനക്ക് പാസ്പോർട്ട്? എനിക്ക് പാസ്പോർട്ട് ഉണ്ടല്ലോ. നമുക്ക് 2 പേർ കൂടി എന്റെ പാസ്പോർട്ടിൽ പോകാമല്ലോ. കപ്പിൾസ് വിസ. അത് ഞാൻ അറിഞ്ഞില്ല ചേട്ടാ. പറയണ്ടേ മുത്തേ. സാറേ, ഞാനേ വണ്ടി കയറിയത് പോലെ വിചാരിക്കണം. സാറിനൊന്ന് പരിചയപ്പെടണോ? യുവർ ഗുഡ് നെയിം പ്ലീസ്. എന്താ? അതെ, ഇത് സാറ് മലയാളിയല്ല? മലയാളിയാണല്ലോ. അല്ല പിന്നെന്തോ ഒരു വിദേശി ടൈപ്പിലുള്ള ഒരു പേര്. പുള്ളിയുടെ ശരിക്കും പേര് ചെല്ലപ്പൻ. പുള്ളി അത് മോഡേൺ ആക്കി ചെല്ലിയപ്പൻ ആക്കിയതാ. ഫ്രണ്ട് മാൻ നോ ഗെയിം. ഫ്രണ്ട് മാൻ നോ ഗെയിം. മനുഷ്യന് മുമ്പിൽ വെച്ച് ആര് കളിയാക്കരുതെന്ന് മനസ്സിലായോ? അല്ലെ സാറിന്റെ പേര് ചെല്ലപ്പനായതുകൊണ്ട്. അതെ അതെ, അങ്ങനെ പറഞ്ഞോണ്ടല്ലേ. എന്റെ പെരട്ട് കളവൻ തന്ന ഇരിക്കിട്ട പേര് ചെല്ലപ്പനാണ്. ഞാനത് മാറ്റി അത് വിശദീകരിച്ച് വിപുലമാക്കി കഴിഞ്ഞില്ലേ, ചെല്ലിയപ്പൻ. അങ്ങനെ ആക്കില്ലേ? ചെല്ലിന്ന് വിളിച്ചോട്ടെ. ഷോർട്ടാക്കി. സാറ് അമേരിക്കയിലല്ലേ? ചെല്ലിന്ന് വിളിച്ചാ മതി. സാറ് അമേരിക്കയിൽ എന്താ ചെയ്യുന്നത്? ഞാനവിടെ സെറാമിക് ഹൈജീനിക് സൂപ്പർവൈസർ ആണോ? നീ കുറെ നാളും കൊണ്ട് പറയില്ലേ നിനക്ക് ഗൾഫിൽ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം എന്ന് പറഞ്ഞില്ലേ? അമേരിക്കൻ ടീമാണ്. ഒന്ന് പറയടാ. പിടിച്ച നിനക്ക് കയറി പോവാം. എടാ ഞാൻ ഇവിടെ കിടന്ന് എത്ര നാളെ കഷ്ടപ്പെടും. നീ ഒന്ന് പറ. പക്ഷേ കമ്മീഷൻ തരണം. പിന്നെ അതെ മാഡം, ഒരു സെക്കൻഡ്. അതെ, പിന്നെ അതേ അമേരിക്കയിലാണല്ലോ. ഇവനൊന്ന് പോയി രക്ഷപ്പെടണം എന്ന് ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് പുറത്തേ. അപ്പൊ ഒന്ന് അദ്ദേഹം വിചാരിച്ചൊന്ന് പുറത്തേക്ക്. ഒരുപാട് പേരെ കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ കേസ് ഒന്ന് പറയണേ. സാറ് അമേരിക്കയിൽ എവിടാ? അമേരിക്കയിൽ എവിടാന്ന് പറഞ്ഞാല് അമേരിക്കയില് അയ്യോ എവിടായിരുന്നു അമേരിക്കയില്? ന്യൂയോർക്ക്. അത് ചേട്ടൻ ഓർക്കട്ടെ, ഞാനാണ് ഓർക്കുന്നത്. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ ന്യൂയോർക്ക് സ്ഥലപ്പേര്. പിന്നെ ഞാൻ അതിനുശേഷം ഞാൻ ഒരു 6 മാസം ഷിക്കാഗോയിലായിരുന്നു. അതിനുശേഷം 1 ഇയർ ഡിങ്കോളാഫിലായിരുന്നു. ഡിങ്കോളാഫിൽ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ പ്രേമിച്ചതും ഫോൺ ചെയ്തതും അല്ല. അല്ലെ നിങ്ങൾ ഈ പറയുന്ന ഡിങ്കോളാഫി ഏത് രാജ്യത്താണ്? അവര് അത് പ്രേമിച്ചോണ്ടിരിക്കുമ്പോ ചെയ്താണ് ഡിങ്കോളാഫി. പ്രേമിക്കുമ്പോഴേ സാധാരണ ഡിങ്കോളാഫി. അവര് പറഞ്ഞില്ല ഡിങ്കോളാഫി അവർ ചെയ്തു. സാറേ അമേരിക്കയിലുള്ള ഞാൻ പറഞ്ഞില്ലേ ഡിങ്കോൾഫി. അല്ല അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമില്ല സാറേ. എന്താ ഈ പറയുന്നത്? അമേരിക്കയിൽ പോയി എന്നോടാണ് നിങ്ങൾ പറയുന്നത്? അമേരിക്കയിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്നത് എന്നോട് അങ്ങനെ ഒരു സ്ഥലമില്ല അത്രേ. അല്ല ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറയാൻ ന്യൂയോർക്ക് സാറ് പറഞ്ഞതുകൊണ്ട് ഷിക്കാഗോ ഉണ്ട്, പിന്നെ ഹൂസ്റ്റൺ ഉണ്ട്, ഫിലാഡൽഫിയ. ഫിലാഡൽഫിയ. നീ കേട്ടേ തണുപ്പത്ത് നാക്കമ്മിൽ കൂട്ടിയടിച്ചപ്പോ അങ്ങനെ ആയി പോയത്.
ഇതാണ് ഈ കൾച്ചറൽ സ്പെൽ ഓഫ് നമ്മളെന്തിനാ സാറേ, നമ്മളെന്തിനാ ഇവിടെ വന്നത്? നമ്മൾ ഹണിമൂണിനല്ലേ വന്നേ? ഹണിമൂണിനാ വന്നേ അല്ലേ? അതെ. അതെ, ഹണിമൂണിന് വന്നു. അപ്പൊ ഇങ്ങനെ ബഹളം ഉണ്ടാക്കണം. അപ്പൊ ബാക്കിയുള്ളവരെ കൂടെ വിളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ അതെ, കൂടുതലായിട്ട് എന്റെ ഫാമിലി മൊത്തം വന്നിട്ടുണ്ട്. അത് മേഡത്തിന്റെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതെ അതെ. സാറിന്റെ ഫാമിലിയിൽ നിന്ന് വേറെ ആരും വന്നില്ല? മൈ വൈഫ് നോ സീ മദർ. മൈ വൈഫ് നോ സീ മൈ മദർ. അത് മനസ്സിലായില്ല. എന്റെ ഭാര്യ എന്റെ അമ്മയെ കണ്ടുകൂടാന്ന്. ഫാമിലിയൊക്കെ ആവുമ്പം അങ്ങനെ ഉണ്ടാവൂല. ഉണ്ട്, പക്ഷെ അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നില്ല. എന്റെ ഫാമിലി എല്ലാരും വന്നിട്ടുണ്ട്. പാടെ പടലായിട്ട് വന്നേക്കണേ, എല്ലാ നശൂരങ്ങളെയും കൊണ്ടുവന്നു. ചേട്ടാ അങ്ങനെ പറയരുത് ചേട്ടാ, അവരൊന്നും ഊട്ടി കണ്ടിട്ടില്ല ചേട്ടാ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഊട്ടിയിലൊന്ന് പോണോന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന ഊട്ടിയിലേക്ക്. ഞാനാണെങ്കിൽ എത്രയോ തവണ ഊട്ടി വന്നിട്ടുണ്ടെന്ന് എന്താ എന്താ ഞാനിപ്പോ പറഞ്ഞേ? ഞാൻ ഊട്ടി വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ എപ്പോഴാ ഊട്ടി വന്നിട്ടെന്ന് പറഞ്ഞാല് ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഊട്ടി വന്നിട്ടുണ്ട്. ഞാനങ്ങ് പേടിച്ചു പോയി. ഞാനും വിചാരിച്ചു. അയ്യോ, അവര് കിടന്ന് കറങ്ങുന്നു. അവരോട് വിളിക്കാം, നമുക്ക് എന്തെങ്കിലും കഴിച്ചുകൂടായിരുന്നോ? അതെ, അവരെ ഞാനൊന്ന് വിളിച്ചോട്ടെ ചേട്ടാ. എന്തിനാ പിന്നെ അങ്ങനെ നാത്തൂനെ മാമ ഊട്ടിയുണ്ട് ഊട്ടി. വാഴ കയറിയെങ്കിൽ ഏതെങ്കിലും മന്ത്രവാദിയെ കാണിച്ചാ മതി. ഇരച്ച് വിളിച്ചിട്ട് വന്ന്. അതെ അളിയാ, പിള്ളേർ കുറച്ച് നേരമായിട്ട് വിശക്കുന്നെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. നമുക്ക് കഴിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് ശരി, ഇവിടെ എന്നാ കഴിക്കാനുള്ള? ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ചില്ലി ചിക്കൻ ഉണ്ട്. ആണോ? ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടാഴ്ചത്തെ വ്യത്യാസം. അല്ല, ഈ രണ്ട് പാത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അത്രേ ഉള്ളൂ. എന്നാ കുഴപ്പമില്ല അളിയ, നമുക്ക് പിള്ളേർക്ക് ഇത് മേടിച്ചു കൊടുത്താലോ? നോ ഭക്ഷണം കഴിക്കേ വേണ്ട. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറിനൊക്കെ എന്തെങ്കിലും സംഭവിക്കും, തൂറ്റൽ പിടിക്കും, ശരിയാവില്ല. നമുക്ക് 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോവാം. സാറേ, ഇതിപ്പോ ഈ നാട്ടിൽ വരുന്ന സാധാരണ ആൾക്കാരൊക്കെ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ കഴിക്കില്ല എന്നൊക്കെ പറയുന്നത് മോശമാണ് സാർ. അമേരിക്കയിൽ അങ്ങനെയില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അമേരിക്കയിൽ അങ്ങനെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഈ നല്ല ഹോട്ടലിൽ നിന്നാണ് സാർ. ദോശയുണ്ട് ചേട്ടാ ഇവിടെ. ദോശയുണ്ട്, വടയുണ്ട്, രസവട. രസവട തിരുവനന്തപുരം അല്ല, ഊട്ടിയാ. അയ്യോ അജയ്, എന്താണ് നീ എന്തൊക്കെ നീ പറയുന്നത്? ദോശ, വട, ചട്നി, ചമ്മന്തി, ഇതൊന്നും ശരിയാവില്ല. ഇതൊന്നും അമേരിക്കയിലേ ഇല്ല. പിന്നെ അവിടെ എന്തോ ഉള്ളത്? അവിടെ ആകെപ്പാടെ ഉള്ളത് ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ? സോറി, അതില്ല. ഇല്ല അല്ലല്ലേ, നമ്മൾ ദോശ അതും ഇതൊക്കെ ഉള്ളു രാവിലെ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ദോശയേ ഉള്ളു. അതിപ്പോ മേടിച്ച് കഴിക്കാം. എന്നാ പിന്നെ ഒരു ചായ എങ്കിലും മേടിച്ച് കുടിക്കാം. ചായ പറഞ്ഞ അതെ, ഈ ചായ എങ്ങനെ ഇവിടെ? ഈ പാലൊക്കെ എങ്ങനെയാണ് ഇവിടെ? കവർ പാലാണ് സാർ, കവർ പാലാണ്. കവർ പാൽ അമേരിക്കയിലേ ഇല്ല. അമേരിക്ക പാലില്ലേ? പാലുണ്ട്, പക്ഷെ നമ്മൾ ഒരു ചായ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൗവിനെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടു നിർത്തും. കൗന്ന് വെച്ചാൽ പശു. പശുവായിട്ട് വരുന്ന ആള് തന്നെ അതിനെ റൊട്ടേറ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് ചായ എടുത്ത് തരും. റൊട്ടേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിനെ കറന്നിട്ടേ പാല് തരൂ. ഇവിടെ പിന്നെ കാലെ പിടിച്ച് വലിച്ച് അടിച്ചിട്ടാണ് പാല്. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നീ ചായ ഉണ്ടെന്ന് എന്റെ കൂട്ടുകാരെ ഞാൻ ചായ മേടിച്ചു കൊടുക്കും. ഒരു ചായ മേടിക്കും, ഇങ്ങോട്ട് വന്നേ. ചായ എടുക്ക്, ചായ എടുക്ക്, ചായ എടുക്ക്. മാമന് ചായ കൊടുക്കും, മാമന് കൊടുക്ക, എല്ലാവർക്കും കൊടുക്കും. വയസ്സാം കാലത്ത് നാണം കെടുത്തരുത്. കമ്പിത്തേരി കത്തി തീർന്നാലേ അതിനെ ഇച്ചിരി ചൂട് കാണത്തില്ല. അയ്യോ, വെള്ളത്തിൽ പിടിച്ച് മുക്കും കേട്ടാ. മതി നിർത്തേ. ശരിയാവില്ല. നിങ്ങൾ എന്തൊക്കെ കിടന്ന് കാണിക്കണേ? മറ്റവരെ കൈ കയറി പിടിക്കുക. മാമൻ അവരെ ശല്യപ്പെടുത്തുന്നത്. അതെ, ഒരു കാര്യം ചെയ്യാം. എന്തായാലും നിങ്ങള് ഊട്ടിയിലൊക്കെ കാണാൻ വന്നല്ലേ, ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചാൽ നാളുകാരത്ത് കണ്ടൂടെ? അത് തരാം. ഞങ്ങൾ ആദ്യം ഒരു സെൽഫി എടുക്കാം. അല്ലല്ല, ഞങ്ങൾ ആദ്യം ഒരു ഫോട്ടോ എടുത്തിട്ട് പിന്നെ നിങ്ങൾ എടുത്താൽ മതി. എല്ലാരും വേണം. എല്ലാരും ഉണ്ട്. അതെ, ഞാനേ ഒരു ഗൈഡാണ്. എന്നാലും ഒന്നും വിചാരിക്കില്ല മാമ, നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ? ഇവര് വന്നിരിക്കുന്നത് ഇവരെ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ അതിനിടയ്ക്ക് വേണ്ടി ഈ അവർക്ക് സ്വൈര്യക്കട ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അവരങ്ങ് ഫ്രീ ആയിട്ട് ഇവിടെ അവര് പോട്ടെന്ന്. അല്ലല്ല, മനസ്സിലായി. ഞങ്ങൾ സോറി, ഞങ്ങൾ ചെറിയ ഡിസ്റ്റർബൻസ് ആയെന്ന് തോന്നി അല്ലേ? ഒരു കാര്യം, ഞങ്ങൾ ഒന്ന് അപ്പുറത്തോട്ട് പോയി ഞാൻ കൊണ്ടുപോവാം. പിന്നെ അപ്പുറം സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഇവരൊന്ന് ഫ്രീ ആയി കാണാൻ പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? ഒരുപാട് സ്ഥലമുണ്ട്. ഒരു കാര്യം ചെയ്യാം, 2 ദിവസത്തേക്ക് ഇവരെ ഫ്രീ ആക്കി വിടുന്നു. സാറേ, ആവശ്യമുള്ള പൈസ കൊടുത്തോ. എന്നാ പിന്നെ കുഴപ്പമൊന്നുമില്ല. മാമൻ അതുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് പോയെങ്കിൽ പിന്നെ അതെന്തായാലും എന്റെ കാടക്കുണ്ടല്ലോ. ഓക്കെ സാർ, അപ്പൊ അടിച്ചു വിളിക്കൂ. ഹാപ്പി മാരീഡ് ലൈഫ്. എന്ത് വണ്ടി കിട്ടിയാലും കയറ്റിവിട്ടെ. ചേട്ടൻ ആരാന്നറിയോ? സെറാമിക് ഹൈജീനിക് സൂപ്പർവൈസർ.
എന്നാ പിന്നെ ചേട്ടാ നമുക്ക് ഇവിടുന്ന് അങ്ങ് പോയി പുള്ളിയുടെ പൈസയൊക്കെ കൊടുക്ക് എല്ലാരും ചായ ഒക്കെ കുടിച്ചല്ലേ നമുക്ക് 7 സ്റ്റാർ ഹോട്ടലിലേക്ക് പോവാം. മതി. എന്റെ മോള് പറഞ്ഞു കഴിഞ്ഞാൽ 7 സ്റ്റാർ അല്ല 10 സ്റ്റാർ വരെ എന്നേട്ടാ സാറേ പേയ്മെന്റ് ക്യാഷ് എത്രയാ? 4000 രൂപ. എന്തുട്ട്? എന്തുട്ടല്ല 4000 രൂപ? 4000 രൂപ. ഒരു 4-5 ചായ കഴിച്ചതിന് 4000 രൂപ. ഇത് നിസ്സാര ചായ അല്ല, സ്പെഷ്യൽ ചായ. ഇത് സ്പെഷ്യൽ ചായ മുന്തിരിക്കൊക്കെ ഇട്ട് തിളപ്പിക്കണത്. പിന്നെ മുന്തിരിക്കുട്ടി പൈസ 4000 രൂപ തന്നെ. പഴംപൊരിയൊക്കെ എടുത്ത് കഴിച്ചിട്ട് എത്രയാന്ന് ചോദിച്ചപ്പം അപ്പൊ QR കോഡ് എവിടെ? QR കോഡ് ഉണ്ടോ? ഉണ്ട്, പക്ഷെ അത് ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. ആ മരുന്ന് കഴിച്ചത് മാറ്റി. ഉണ്ടായിരുന്നത് നേരത്തെ. അല്ല ചേട്ടന് QR കോഡ് ഉണ്ടോന്ന്? ചേട്ടൻ നമ്മള് ക്യാഷ് ഒക്കെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സാധനം ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുമല്ലോ, ഒരു QR കോഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോ അത് പൈസ. പൊന്ന് പെങ്ങളെ, ഇവിടെ ഫോണിന് പോലെ റേഞ്ച് ഇല്ല, പിന്നെയാണ് QR കോഡ്. എന്നിട്ട് അവരെ തിരിച്ചു വിളിക്ക്, പൈസ അവരില്ല. പൈസ തന്നിട്ടേ പോവുള്ളൂ, വേഷം പൈസ തന്നിട്ടേ പോകത്തുള്ളൂ. എന്റെ ചേട്ടൻ ആരാന്നറിയാമോ? സെറാമിക് ഹൈജീനിക് സൂപ്പർവൈസർ. അതല്ലേ, പക്ഷെ ഇവിടെ പൈസ വേണം. പൈസ വേണോ? ഒരു കാര്യം ചെയ്യും, സാധാരണ ഇവിടെ പൈസ ഇല്ലാത്തവരെ കൊണ്ടൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, പാത്രം കഴുകൽ. എന്റെ ചേട്ടൻ പാത്രം കഴുകാനോ? എന്റെ ചേട്ടൻ ആരാന്ന് ഞങ്ങൾക്ക് അറിയാമോ? സെറാമിക് ഹൈജീനിക് സൂപ്പർവൈസർ ആണ്. നിന്റെ ചേട്ടൻ സെറാമിക് ഹൈജീനിക് ആണെന്ന്. എന്റെ അടി സെറാമിക് ഹൈജീനിക്. സെറാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം, ഹൈജീനിക് എന്ന് പറഞ്ഞാൽ അത് കഴുകുക. അത് കഴുകുന്ന സൂപ്പർവൈസർ ആണ്. എടാ കഴിച്ചു കഴിഞ്ഞ ഇതിനല്ല നിന്നോട് ചെയ്യാൻ പറഞ്ഞത്. പാത്രം കഴുകടാ പോയി. അമേരിക്കയിൽ ഇങ്ങനെ ഇല്ലട്ടാ, പക്ഷെ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാ.